കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിനിടെ SFI നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസ് സജ്ജീകരിച്ചത് പോലീസ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനടക്കം രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന ദൃശ്യങ്ങൾ 24 എക്സ്ക്ലൂസീവ്. CI ആവശ്യപ്പെട്ട പ്രകാരം താൻ ആംബുലൻസ് സജ്ജീകരിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് A അഷ്റഫ് 24നോട് പറഞ്ഞു. ഈ ആംബുലൻസ് അപ്പോൾ വിളിക്കുന്നത് മാള CI ആണ്, എന്നെയാണ് വിളിക്കുന്നത്. വളരെ അടിയന്തരമായിട്ടൊരു ആംബുലൻസ് ആവശ്യമുണ്ട്. ഇവിടെ ഒരു സ്ഥല കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റനേകം പേര് വേറെയുണ്ട്. ഏത് പാർട്ടിയാണെങ്കിലും SFI ആണോ അത് KSU ആണെന്ന് അറിയില്ല. ഒരു വണ്ടി എമർജൻസി ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഡ്രൈവറെ കിട്ടാതിരുന്നുകൊണ്ട് ആ വണ്ടി എടുത്ത് വേറെ ഒരു പയ്യനെ കൊണ്ട് ഇടിപ്പിക്കുക ചെയ്ത്, ആക്സ് ഓടിക്കുന്ന വേറെ ഒരു പയ്യനെ കൊണ്ട് വണ്ടി ഇടിപ്പിക്കുക ചെയ്ത്, അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിശദാംശങ്ങളുമായി പ്രൈം ടൈമിൽ ചേരുന്നു. സൂരജ് സജീവ്, വിവരങ്ങൾ. SKN ഈ ഡി-സോൺ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU നേതാക്കളുടെ ആംബുലൻസ് യാത്ര ഏറെ വിവാദമായിരുന്നു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃശ്യം പുറത്തു വന്നത് SFI പ്രവർത്തകർ ഈ ആംബുലൻസ് ആക്രമിച്ചതായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ SFI പ്രവർത്തകർ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത് KSU പ്രവർത്തകർ, അതായത് പരിക്കേറ്റ KSU പ്രവർത്തകരല്ല ഈ ആംബുലൻസിൽ യാത്ര ചെയ്തതെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ചിത്രങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ ദൃശ്യങ്ങൾ 24 ലഭിച്ചിരിക്കുന്നത്. അതായത് മാളയ്ക്ക് സമീപമുള്ള ഒരു ബാറിന് സമീപത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ ഗോകുൽ ഗുരുവായൂർ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ആംബുലൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് ജീപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് KSU പ്രവർത്തകരെ മറ്റൊരു പോലീസ് ജീപ്പിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടി ഈ ആംബുലൻസിൽ യാത്ര ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. SKN ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ഈ കേരളവർമ്മയിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ ഈ വടികൊണ്ട് തലക്കടിക്കുന്ന അടക്കമുള്ള ക്രൂരമായ മർദ്ദനം ഈ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ KSU നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഗോകുലിനെ രക്ഷപ്പെടുത്തി വിടുന്നതിന് പോലീസ് ഒത്താശ ചെയ്തു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അത്രമാത്രം ക്രൂരമർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രതിയെ പോലീസിന് അപ്പോൾ വേണമെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം. പോലീസിന്റെ കൺമുന്നിലായിരുന്നു അന്ന് ഈ സംഘർഷം അരങ്ങേറിയത്. പക്ഷേ ആ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളെ കസ്റ്റഡിയിലെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു ആംബുലൻസ് മാള CI തന്നെ വിളിച്ചു വരുത്തുന്നു. അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അഷ്റഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മാള CI ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ആംബുലൻസ് സജ്ജീകരിച്ചത്. അങ്ങനെ CI തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി 10ഓളം വരുന്ന KSU പ്രവർത്തകർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക CPM നേതാക്കൾക്കടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ഇത് പുറത്തു വിട്ടിട്ടില്ല. അതിന് കാരണം ഇതിൽ പോലീസ് സ്വാഭാവികമായി പ്രതിക്കൂട്ടിലാകും. അതുകൊണ്ട് തന്നെ ഈ CPM നേതാക്കൾ ഈ ദൃശ്യം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കം ഈ പ്രതികളെ സന്ദർശിച്ച ശേഷം രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. ഈ സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള നിസ്സംഗതയുണ്ടായി. അതാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര മാത്രം രൂക്ഷമാകുന്ന നിലയിലേക്ക് എത്തിയതെന്നുള്ളത് തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. അതായത് ഈ സംഘർഷത്തിൽ ഇടപെടുന്നതിൽ അവർക്ക് വീഴ്ചയുണ്ടായി. അതിനുശേഷം ഈ സംഘർഷത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ കസ്റ്റഡിയിൽ അതിക്രമം കാണിച്ച നേതാക്കന്മാരെ ശ്രീകൃഷ്ണവർമ്മ കോളേജ് തൃശ്ശൂരിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ റിമാൻഡിലാണല്ലോ. അതിന്റെ വാർത്തകളുടെ വിശദാംശങ്ങൾ എന്താണ്? SKN തീർച്ചയായും ഈ കേസിൽ ഉൾപ്പെട്ട 2 പേരെയാണ് ഇപ്പോൾ ഈ കേരളവർമ്മ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോളേജ് സ്റ്റാഫ് കൗൺസിൽ ചേർന്നാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ആറാം പ്രതിയായിട്ടുള്ള അക്ഷയ്, അതുപോലെ തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് 1ാം പ്രതിയായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കോളേജിലെ BA സംസ്കൃതം 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഗോകുൽ ഗുരുവായൂർ. അതോടൊപ്പം തന്നെ ഈ അക്ഷയ് എന്ന് പറയുന്ന അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് KSUവിന്റെ. താങ്ക് യു.